ബാർ ഉടമകൾ പണം പിരിച്ചത് കെട്ടിടത്തിന് വേണ്ടിയല്ല എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. 472 പേരിൽ നിന്നായി 4.5 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തത്. കോഴ ആരോപണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ബാർ ഉടമകളുടെ മൊഴിയെടുത്തു. അതേസമയം എക്സൈസ് വകുപ്പ് കൈവശം തന്നെ ഉണ്ടോ എന്ന് MP രാജേഷ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. 2.5 ലക്ഷം രൂപ വീതം പിരിക്കണമെന്ന് അനിമോൻ ആവശ്യപ്പെട്ടത് കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണെന്നായിരുന്നു ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് V സുനിൽകുമാർ വ്യക്തമാക്കിയത്. ഡ്രൈഡേക്ക് പ്രത്യുപകാരമായി പണം നൽകണമെന്ന് ആദ്യം പറഞ്ഞ അനിമോൻ പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തു. എന്നാൽ 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്നത് കെട്ടിടത്തിന് വേണ്ടിയല്ലെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് 472 ബാർ ഉടമകളിൽ നിന്നായി 4,54,25,000 രൂപ മാർച്ച് 31 മുമ്പ് തന്നെ പിരിച്ചെടുത്തിരുന്നു. ചിലർ ഒഴികെ ബാക്കി എല്ലാവരും 1 ലക്ഷം രൂപ വീതം തന്നെയാണ് നൽകിയത്. പിരിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ ഏപ്രിൽ 1 ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. കെട്ടിടത്തിന് വേണ്ടിയുള്ള പണം നേരത്തെ പിരിച്ചെങ്കിൽ അനിമോൻ പറഞ്ഞ 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അതേസമയം ടൂറിസം വകുപ്പ് മദ്യനയത്തിന്റെ കാര്യത്തിൽ തിടുക്കം കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. അനാവശ്യമായ ധൃതി ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ്. 2.5 ലക്ഷം നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ സ്പൈസ് ഗ്രോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെത്തി രേഖപ്പെടുത്തി. ശബ്ദ സന്ദേശത്തിൽ പറയുന്ന പോലെ പണം നൽകിയിട്ടില്ലെന്നും കെട്ടിടം നിർമ്മിക്കാൻ നേരത്തെ പണം നൽകിയിട്ടുണ്ടെന്നും അരവിന്ദാക്ഷൻ മൊഴി നൽകിയെന്നാണ് വിവരം. അനിമോൻ ശബ്ദ സന്ദേശം അയച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഉടൻ രേഖപ്പെടുത്തും. മീഡിയ 1 തിരുവനന്തപുരം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.